അപ്പൊ ഇത്രമാത്രം എമൗണ്ട് കൊടുത്ത് ഒരു ക്ലയന്റ് പോയി ഈ ഹെയർ ഫിക്സിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരിങ്ങനെ വഴിയെ തലയും മാന്തി ചൊറിഞ്ഞു പുഴുത്ത് പേനും കയറി നടക്കേണ്ട അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയാണോ ഹെയർ ഫിക്സിങ് ചെയ്യുന്നത്? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. രേണുസുധിയുടെ തലയിലെ വെപ്പുമുടിയും കുറെ പേനുകളും ആണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയ കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. രേണുസുധി ഒരു വൈറൽ ടോപ്പിക്കാണ്. അപ്പൊ പിന്നെ പേനുകൾക്കും കൂടെ ആ ഒരു പ്രശസ്തി കിട്ടിയില്ലെങ്കിൽ വിഷമമാകുമോ എന്ന് വിചാരിച്ചായിരിക്കാം പേനുകളും ഇപ്പോൾ വളരെ പ്രസിദ്ധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി രേണുസുധിയുടെ എന്തൊക്കെ പ്രസിദ്ധി ആർജിക്കുമെന്ന് അറിയത്തില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോ രേണുസുധി ഹെയർ ഫിക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചെയ്ത ദിവസം തന്നെ എല്ലാവർക്കും മനസ്സിലായി. നോർമലി സെലിബ്രിറ്റീസ് ഒക്കെ ഹെയർ ഫിക്സിങ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. ആളുകൾ ഇങ്ങനെ ചിന്തിക്കും, മുടിയില്ലായിരുന്നല്ലോ, മുടി വളർന്നല്ല, എന്തായിരിക്കും ചെയ്തേ എന്നൊക്കെ. പക്ഷേ രേണുസുധി ഹെയർ ഫിക്സിങ് ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ ആളുകൾക്ക് മനസ്സിലായി ഹെയർ ഫിക്സിങ് ചെയ്തു എന്ന്. കാര്യം, ഹെയർ ഫിക്സിങ് ചെയ്തു കൊടുത്ത സലൂൺകാർ അപ്പോൾ തന്നെ വീഡിയോ ഔട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു കൊളാബ് വീഡിയോ ആണ് എന്നുള്ള രീതിയിൽ രേണുസുധിയും പല വീഡിയോകളും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് രേണുസുധിയുടെ പുറകെ കുറെ ചാനൽസ് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ചേച്ചി ഇത് വെപ്പും കൂടിയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കൊളാബാടാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോ രേണുസുധിയെ കൊളാബിന് വേണ്ടിയിട്ട് ഒരു സലൂൺകാർ സമീപിക്കുകയും അവരുടെ ഇഷ്ടപ്രകാരം, അതായത് രേണുസുധിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, മുഖത്തിന്റെ ഷേപ്പ് ഒക്കെ ഒന്ന് മാറുമായിരിക്കും മുടിയുടെ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് രേണുസുധിയെ ഇങ്ങനെ കറക്കി ഒരു കൊളാബ് അവർ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിട്ട് രേണുസുധി കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കുളിക്കുന്നോ നനയ്ക്കുന്നോ ഇല്ല, വൃത്തിയൊന്നും ഇല്ലാതെ ഇങ്ങനെ തലയെ അളിച്ചു വാരി നടക്കുകയാണെന്ന് അതായത് സോഷ്യൽ മീഡിയ മുഴുവൻ സംസാരമുണ്ടായിരുന്നു. അതൊന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കൊളാബ് ചെയ്ത സലൂൺകാരുണ്ടല്ലോ, ആ സലൂണിന്റെ ഓണർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അവർ വ്യക്തമായിട്ട് അങ്ങോട്ട് പറയുകയാണ്, രേണുസുധിയുടെ തലയിൽ പേൻ നിറഞ്ഞിട്ടുണ്ട്. പേനാണ് പുള്ളിക്കാരത്തി ഇരുന്ന് ചൊറിഞ്ഞ് മാന്തി, ചില സാധനങ്ങളൊക്കെ താഴേക്ക് വീഴുന്നുണ്ട്, ചില പൊടികളൊക്കെ താഴേക്ക് വീഴുന്നുണ്ട്, അതൊക്കെ പേനുകളാണെന്ന് പുള്ളിക്കാരത്തി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്കൊരു സംശയം, ഈ ഹെയർ ഫിക്സിങ് അതായത് ഹെയർ എക്സ്റ്റൻഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ 20,000 മുകളിലേക്ക് പൈസയാകും. അപ്പൊ ഇത്രമാത്രം എമൗണ്ട് കൊടുത്ത് ഒരു ക്ലയന്റ് പോയി ഈ ഹെയർ ഫിക്സിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരിങ്ങനെ വഴിയെ തലയും മാന്തി ചൊറിഞ്ഞു പുഴുത്ത് പേനും കയറി നടക്കേണ്ട അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയാണോ ഹെയർ ഫിക്സിങ് ചെയ്യുന്നത്? അവരെന്നിട്ട് പറയുന്നുണ്ട് 2-3 ദിവസം കുളിക്കാതെ, അതായത് നല്ല മെയിൻ്റനൻസ് ഇതിന് ആവശ്യമാണ്. ശരിയാണ്, രേണുസുധി അത് കൃത്യമായിട്ട് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല, ചെയ്യുന്നില്ലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ബിഗ് ബോസ് ഇപ്പോൾ തുടങ്ങിയിട്ട് 1 വീക്ക് കഴിഞ്ഞു അല്ലേ? അപ്പൊ 1 വീക്കൊക്കെ ഈ പനി വന്ന് കുളിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ തലയിൽ ഇങ്ങനെ അങ്ങ് പേനങ്ങോട്ട് പുഴുത്ത് കയറുമോ? ഇല്ല. അപ്പോ ഇവർ സ്ഥാപിക്കുന്നുണ്ട് ഇത് പേൻ കയറിയതാണ് എന്ന്. അവിടെയും എനിക്ക് ചില അത്ഭുതങ്ങൾ വന്നു. മാത്രമല്ല, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരാള് എനിക്ക് മെസ്സേജ് അയച്ചു, ഒരു സ്ത്രീയാണ്. അവർ കുറെ തെളിവുകളുമായിട്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആ ഒരു സലൂണിൽ, ഇതിപ്പോ ഞാൻ ഏത് സലൂൺ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ആ ഒരു സലൂണിൽ ഹെയർ ഫിക്സിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ ഒരു കെട്ട് പേപ്പറാണ് ഇവർ ഒപ്പിടാൻ തരുന്നതെന്ന്. അതായത് നമ്മൾ എന്ത് സർവീസിനാ ചെല്ലുന്നതെന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഒരു കെട്ട് പേപ്പർ അങ്ങോട്ട് കൊടുക്കും, കോൺസെന്റ് ലെറ്റേഴ്സ്. അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇവരുടെ പ്രൊസീജിയർ, ഇവർ കുറെ പ്രൊസീജിയർ ആണല്ലോ ചെയ്യുന്നത്. ഇപ്പൊ മൈക്രോ ബ്ലേഡിംഗ് ആണെങ്കിലും ഹെയർ ഫിക്സിംഗ് ഒക്കെ ആണെങ്കിലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ യൂട്യൂബ് പോലുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇവർക്കെതിരെ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ സലൂൺകാർ ഈ ക്ലയന്റിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസ് എടുക്കുമെന്ന്. അതായത് കയ്യിലുള്ള പൈസ കൊടുത്ത് ഇവരുടെ ഷോപ്പിലുള്ള ഈ വെപ്പുമുടി വെച്ചതിന് ശേഷം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരോടും പരാതി പറയാൻ പോകരുത്, നാട്ടുകാരോടും പരാതി പറയാൻ പോകരുത്, സോഷ്യൽ മീഡിയയിലും പറയരുത്, കേസും കൊടുക്കാൻ പോകരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ കൊണ്ടുപോയി കേസ് കൊടുക്കും, ക്ലയന്റ് അകത്ത് പോകും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ ചില സിസ്റ്റം ഫോളോ ചെയ്യുന്ന ചില സലൂൺസ് ഉണ്ട്. ഞാൻ ആരെയും പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒന്നുമില്ല. ചെന്ന് കയറുമ്പോൾ തന്നെ കോൺസെന്റ് ലെറ്ററിൽ സൈൻ ചെയ്യിപ്പിക്കുക. അതായത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾ ആർക്കും കംപ്ലൈന്റ് ചെയ്യാൻ പോലും, നിങ്ങൾ കംപ്ലൈന്റ് ചെയ്താൽ ഞങ്ങൾ പിടിച്ചകത്തിടും എന്നുള്ള കോൺസെന്റ് ലെറ്ററുകൾ മറ്റ് സലൂൺസിൽ, ഇതേ പ്രൊസീജിയർ ഇതേ സർവീസുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു സലൂൺസിലും ഇങ്ങനെയുള്ള ചടങ്ങുകൾ ഒന്നുമില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ഇതുപോലെയുള്ള ചില സലൂൺസ് ബിഗ് ബോസ് മത്സരാർത്ഥികളെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് കൊളാബ് ചെയ്യുന്നു. എന്തിന് കൊളാബ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല, ആ ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ സീരിയൽ കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. പ്രായമുള്ള അമ്മമാരും മുത്തശ്ശിമാരൊക്കെയാണ് സീരിയൽ കാണുന്നത്, നമ്മൾ കാണില്ല എന്നുള്ള രീതി. ബിഗ് ബോസിന്റെ പ്രേക്ഷകരെ നിങ്ങൾക്ക് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കത്തില്ല. കുഞ്ഞു കുട്ടി, ആബാലവൃദ്ധം ജനങ്ങളെല്ലാം ഒരുപോലെ കാണുന്ന അത്രമാത്രം പ്രേക്ഷക പ്രീതി നേടിയ ഒരു വമ്പൻ ഷോ ആണ് ബിഗ് ബോസ്. ആ ബിഗ് ബോസ് ഷോയിലേക്ക് മത്സരാർത്ഥികളായിട്ട് തിരഞ്ഞെടുക്കുന്നവരെ ഉന്നം വെച്ച് കൊളാബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ തന്നെയുണ്ട്.
ഗൂഢലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ വലിയ വലിയ തെറ്റുകൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല അവിടുത്തെ കസ്റ്റമേഴ്സിന്റെ ഒരു പട്ടിക നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടല്ലോ ഇവരുടെ പേജസ് ഒക്കെ, ഞാൻ ഇന്നലെ മെനക്കെട്ടിരുന്ന് കുറയുന്നു, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെയുള്ള അതായത് ഈ സർവീസുകൾ ചെയ്തു കൊടുക്കുന്ന സാധാരണ സലൂണുകളിൽ ഈ സെലിബ്രിറ്റി സ്റ്റാർഡം ഒക്കെ ഭയങ്കര കുറവാണ്. പക്ഷെ ഇതുപോലെ ഈ ബിഗ് ബോസ് ഉന്നം വെച്ച് കൊളാബ് ചെയ്യുന്ന ഇതുപോലുള്ള സലൂൺസിൽ ഭയങ്കര സെലിബ്രിറ്റി, ഭയങ്കര സ്റ്റാർഡം ഒക്കെയാണ്. അങ്ങനെയുള്ളവർ മാത്രമേ ചെല്ലാറുള്ളൂ. അപ്പൊ അത് കൊളാബാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ബിഗ് ബോസ് മത്സരാർത്ഥികളെ ഉന്നം വെച്ച് കൊളാബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദില, നൂറ, ഇതിന് മുന്നത്തെ കോണ്ടസ്റ്റൻസ് മത്സരാർത്ഥികൾ പലരും ഇതുപോലെയുള്ള ചില സലൂൺസിലൊക്കെ ചെന്ന്, അത് തന്നെയാണോ ഇത് തന്നെയാണോ എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ചില സലൂൺസിലൊക്കെ ചെന്ന് ഇതുപോലെ ഓരോ സർവീസ് ചെയ്തിട്ട് ബിഗ് ബോസിൽ കയറിയതിനു ശേഷം വീഡിയോ പുറത്തു വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു കൊളാബിന്റെയും അല്ലെങ്കിൽ അങ്ങനെ ചില കോൺസെന്റ് ലെറ്റേഴ്സിന്റെയും ഒക്കെ ആവശ്യകത എന്ത് എന്ന് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം രേണു സുധി തന്നെയാണ്. അതായത് ഹെയർ ഫിക്സിംഗ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആഫ്റ്റർ കെയർ അല്ലെങ്കിൽ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അവനവന്റെ ഉത്തരവാദിത്വമാണ്, അല്ലെങ്കിൽ അവനവന്റെ ബാധ്യതയാണ്. അത് ചെയ്തിരിക്കണം. ഇതിപ്പോ കൊളാബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ഷോയിൽ പോവുകയാണ്, ഈ സലൂൺകാർ എന്നെ സമീപിച്ചു, ഞങ്ങൾ ഇത് ചെയ്തു തരട്ടെ, അങ്ങനെ സമീപിച്ചത് രേണു സുധിയെ സമീപിച്ചതിന്റെ തെളിവുകളുണ്ട്. പുള്ളിക്കാരത്ത് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു, എന്നോട് ഈ സലൂൺകാർ പറഞ്ഞു എന്റെ ഹെയറിന് ലെങ്ത് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുഖത്തിന്റെ ഷേപ്പ് ഒക്കെ ഒന്ന് മാറും, അപ്പൊ ഹെയർ കുറച്ച് ലെങ്ത് ആക്കി തരാം എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്ത് ചെന്നത് ഐബ്രോ, അതായത് എന്താണ് പറയുന്നത്, മൈക്രോ ബ്ലേഡിങ്, ആ ഒരു സർവീസിന് വേണ്ടിയിട്ടാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഹെയർ കൂടെ ചെയ്തു തരാം, അതൊരു കൊളാബാണ് എന്ന്. അതായത് എനിക്കിപ്പം പൂർണ്ണ ഇഷ്ടത്തോടു കൂടി ഞാൻ പോയി ഹെയർ ഫിക്സിങ് ചെയ്യുവാണെങ്കിൽ എനിക്ക് അതിന്റെ ആഫ്റ്റർ കെയർ മെയിൻ്റനൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം തോന്നും. ഇതെന്നെ പിടിച്ചു വലിച്ച് ഇന്നാ ഇതൊരു കൊളാബായിട്ട് ചെയ്തോ, അതായത് ഞങ്ങൾക്കൊരു പബ്ലിസിറ്റി വേണം. ബിഗ് ബോസ് പോലൊരു ഷോയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അതായത് ആ ഒരു വ്യക്തിത്വത്തെ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ, അതായത് സ്വഭാവവും ശ്രദ്ധിക്കും, പുറമേ ഉള്ളതും ശ്രദ്ധിക്കും. അപ്പം ആദ്യം നോട്ടീസ് ചെയ്യുന്നത് ഹെയർ ആണ്. കഴിഞ്ഞ വർഷം ജാസ്മിൻ ജാഫർ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കോമന്റ്സ് ഒക്കെ, ഇതെങ്ങനെയും മുടി വളർന്നു, പക്ഷെ നല്ല രസമാണ് അല്ലേ, രേണു സുധിക്കാണെങ്കിൽ നല്ല രസമാണ്. അപ്പോൾ ഈ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ചെയ്തു കഴിഞ്ഞാൽ ഈ മെയിൻ്റനൻസ് ഒക്കെ എത്രമാത്രം നന്നാവും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്ന് മാത്രമല്ല സീസൺ 7 ഇത് എത്രമാത്രം ഇവർക്ക് ഇതുപോലെയുള്ള സർവീസ് ഒക്കെ ചെയ്തവർക്ക് അങ്ങനെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന, കുളിക്കാനും പറ്റില്ല, നനയ്ക്കാനും പറ്റുന്ന, ഡ്രസ്സ് മാറാൻ ഇവർക്ക് പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇവരെന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പൊ രേണു സുധി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതല്ല, ഇങ്ങനെ ചെയ്തതാണ് എങ്കിൽ അതിന്റെ ഒരു ആഫ്റ്റർ കെയർ അല്ലെങ്കിൽ അതിന്റെ ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അവരവരുടെ ബാധ്യതയാണ്. പിന്നെ മാന്തുമ്പോൾ ഇളകി വരുന്നത് പേനാണ് എന്ന് ഈ ഒരു സലൂണിലെ ഓണർ വാദിക്കുന്നുണ്ട്. മാന്തുമ്പോൾ ഇളകി വരുന്നത് ഇതെന്താ ഈ പൊടി ഇങ്ങനെ താഴെ വീഴുന്നതെന്നാണ് സഹമത്സരാർത്ഥി രേണു സുധിയോട് ചോദിച്ചത്. അപ്പോൾ ഈ ഓണർ പറയുന്നത് അത് പെയിൻ തന്നെ ആയിരിക്കുമെന്ന്. അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ആഗ്രഹിച്ചും മോഹിച്ചും നീണ്ട മുടി വരുമ്പോൾ എന്റെ മുഖത്തിന്റെ രൂപമൊക്കെ ഒന്ന് മാറി ഞാൻ അപ്സരസിനെ പോലെ ആകുമല്ലോ എന്നുള്ള മോഹന വാഗ്ദാനം കേട്ടൊരു ക്ലയന്റ് ഇതുപോലുള്ള ഒരു സർവീസ് ചെയ്തതിന് ശേഷം ഈ റോഡിൽ കൂടെ വീട്ടിൽ കൂടെയൊക്കെ ഈ തലയും മാന്തിപ്പറിച്ച് പേനും പുഴുത്ത് നടക്കേണ്ട ഒരു അവസ്ഥ വരുമോ? അപ്പോ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇതിന്റെ അന്തർധാരയിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വഴിയെ പോകുന്ന ആരെങ്കിലും പിടിച്ചു വലിച്ച് ഇന്ന് ആ ഒരു കൊളാബ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ ജനശ്രദ്ധ കിട്ടുമായിരിക്കും ചില സന്ദർഭങ്ങളിൽ, പക്ഷെ ഇതുപോലെ ചില വാളിച്ചുകളും പറ്റുമെന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തെളിവുകൾ സഹിതമാണ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്ന സമയത്തായിരിക്കും ഈ കോൺസെന്റ് ലെറ്ററിന്റെ ഒക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതിലുടനീളം കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പറയരുത്. ഇപ്പം ഒരുപാട് ഈ എന്താ ബൊട്ടീക്സിന്റെ ഒക്കെ പേരിൽ ഓരോ ക്ലോത്ത്സ് മെറ്റീരിയൽസ് കൊള്ളില്ല അല്ലെങ്കിൽ സ്റ്റിച്ചിങ് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോഡക്റ്റ് കിട്ടിയതിനു ശേഷം ബാഡ് ആയിട്ടുള്ള നെഗറ്റീവ് റിവ്യൂ കറക്റ്റ് ആയിട്ട് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ഒരു ചാനലിലൂടെയാണ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലെ, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. നമ്മളൊരു സർവീസ് ചെയ്തതിനു ശേഷം നമുക്കത് പൊട്ടയായിട്ടാണ്, ആഫ്റ്റർ എഫക്റ്റ് കൊള്ളില്ല എങ്കിൽ നമുക്കത് തെറ്റാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനുവേണ്ടി ലീഗലായിട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതെല്ലാം നിഷേധിച്ചിട്ട് ഞങ്ങൾക്കെതിരെ ഒന്നും സംസാരിക്കരുത്, അങ്ങനെ സംസാരിച്ചാൽ ഞങ്ങൾ പിടിച്ചകത്തിടും എന്നുള്ള ആ ഒരു നിയമമുണ്ടല്ലോ, അത് ഭയങ്കര റോങ് ആയിട്ട് തോന്നാറുണ്ട്. എനിക്ക് മാത്രമല്ല പലർക്കും അത് തോന്നിയിട്ടുണ്ട്. വീണ്ടും ഞാൻ പറയാണ്, രേണു സുധിയെ നമ്മൾ ചേർത്ത് നിർത്തി സപ്പോർട്ട് ചെയ്യുന്നല്ല, തെറ്റ് തന്നെയാണ്. കാരണം ഈ ഒരു വീട് വെച്ചു കൊടുത്തിട്ട് അതിനെ കുറ്റം പറഞ്ഞത് കൊണ്ട് ശരിയാ, നന്ദി ഇല്ലാത്തവൾ എന്നുള്ള പേര് അത് തെറ്റ് തന്നെയാണ്. വീട് വെച്ചു കൊടുത്തിട്ട് അതിന് പരക്കെ നടന്ന കുറ്റം പറഞ്ഞതും അതിന്റെ നിർമ്മാതാക്കളെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചതും നമുക്കൊരിക്കലും ന്യായം പറയാൻ പറ്റാത്ത തെറ്റാണ്. ഞാൻ എന്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. രേണു സുധി ആ ഒരു കാര്യത്തിൽ തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ രേണു സുധിയുടെ മാത്രം തെറ്റാണെന്ന് സ്ഥാപിക്കുന്നതിന് മുന്നേ ഈ കൊളാബ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെയിരിക്കും.
അതും ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ മത്സരാർത്ഥികളായി പോയി കഴിഞ്ഞാൽ അറിയാലോ, അവിടെ ഇങ്ങനെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോൺവെർസേഷൻസ് ഒന്നും അല്ല നടക്കുന്നത്. വളരെ കാഷ്വൽ ആയിട്ട് അവർ സംസാരിക്കുമ്പോൾ പലതും പറയും. എന്താ ചേച്ചി ഇങ്ങനെ തല ചൊറിഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് ചിലപ്പോൾ പറഞ്ഞു വന്നിരിക്കും. ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, അവരെല്ലാവരും തല മാന്തിക്കൊണ്ട് നടക്കുകയല്ല, ശരിയാണ്. അവരൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ. ജാസ്മിൻ ജാഫർ കുളിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യം എന്തോരം പ്രശ്നങ്ങളായിരുന്നു. തലയിൽ എക്സ്റ്റൻഷൻ ഉണ്ട്, എന്തേ തലയിൽ ഇങ്ങനെ മാന്തിക്കൊണ്ടിരുന്നോ? എപ്പോഴും തല ചൊറിഞ്ഞ് പെയിൻ ഇങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരുന്നോ? ജാസ്മിൻ ജാഫർ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തത് സലൂൺ, മറ്റൊരു സലൂണാണ്. പുള്ളിക്കാരത്തി അവിടെ തല മാന്തുകയോ പുള്ളിക്കാരത്തിന്റെ തലയിൽ നിന്ന് പെയിൻ വീണു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ശക്തമായിട്ടുള്ള തെളിവുകൾ എന്ന് പറയുന്നത്. അപ്പോ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ആ ഒരു സർവീസ് വളരെ മികച്ചതായിരിക്കണം. 2, മികച്ചതല്ല എന്ന് നമ്മൾ പറയുന്നില്ല. 2, അതിന്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടത്തോടു കൂടിയുള്ളവർക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? വഴിയെ പോകുന്നവരുടെ തലയിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇഷ്ടം വേറെ ഏതെങ്കിലും സർവീസ് ചെയ്യാൻ വന്നു കഴിയുമ്പോൾ ഇത് കൂടെ ചെയ്യാം. എന്തായാലും ബിഗ് ബോസിൽ പോകുന്നുണ്ടല്ലോ. ഇപ്പൊ രേണു സുധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംസാരിക്കുന്ന പുള്ളിക്കാരത്തി ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ പിരികം ശരിയാക്കാൻ ചെന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായിട്ട് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണെന്ന്. അപ്പോൾ പിന്നെ എങ്കിൽ പിന്നെ ഒരു കൊളാബാകാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.